ദൃശ്യങ്ങൾ പ്രകാരമാണെങ്കിൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വരാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. നിലവിൽ ഉള്ള ആളുകളുടെ എണ്ണം സംബന്ധിച്ചൊക്കെയുള്ള 60-ലേറെ ആളുകളെ കാണാനില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അനുമാനിക്കാം ഒരു ഭൂപ്രദേശം മുഴുവൻ തുടച്ചു മാറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ വ്യാപ്തി നമുക്ക് അനുമാനിക്കുന്നതിനും അപ്പുറത്തേക്കായിരിക്കും. ഉത്തരാഖണ്ഡിലെ ഈ സ്വഭാവവും അവിടുത്തെ മഴയുടെ തോത് പലപ്പോഴായും ഈ മേഘവിസ്ഫോടനങ്ങളാണ് അവിടെ പ്രധാനമായും സംഭവിക്കുന്ന കാര്യങ്ങൾ. അർജുൻ പീതാംബറിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. അർജുൻ, പുതിയ അപ്ഡേറ്റ് പ്രകാരമാണെങ്കിൽ രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു, എത്രത്തോളം ആളുകളെ കാണാനില്ല എന്ന അറിയിപ്പാണ് വരുന്നത്? അർജുൻ, ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ITBPയും കൂടെ, അതായത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പെട്രോൾ പോലീസ് കൂടി എന്തായാലും രക്ഷാപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. 16 അംഗ ITBP സംഘം ഇപ്പോൾ ഈ അപകട സ്ഥലത്ത്, ഈ ദുരന്ത സ്ഥലത്ത് ഉത്തരാകാശിയിലെ ധാരാലി എന്ന് പറയുന്ന ഗ്രാമത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. മാത്രമല്ല സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടി വിലയിരുത്തിയിരിക്കുന്നു. അദ്ദേഹം ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി സംസാരിച്ചിട്ടുമുണ്ട്. ആവശ്യത്തിനുള്ള ഈ രക്ഷാപ്രവർത്തകരെ, അതുപോലെ തന്നെ NDRFന്റെയും ITBPയുടെയും ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ ഒരു ഭാഗം ഗംഗയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഏറ്റവും പുതിയ വിഷ്വൽസ് ആണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. അങ്ങനെ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ആ നദിയുടെ ഒഴുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ദുരന്തം നമുക്ക് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കാണ്, നമ്മൾ അത് അതിജീവിക്കുന്നതിനും അപ്പുറത്തേക്കായിരിക്കാം അല്ലേ? തീർച്ചയായിട്ടും ഭയപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ. കാരണം ഓഗസ്റ്റ് 10-ാം തീയതി വരെ കനത്ത മഴ ഉത്തരകാശി ജില്ലയിൽ ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യമായിരുന്നു IMDയും അതായത് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമെല്ലാം തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പല പ്രവർത്തനങ്ങളും, അതായത് ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പല പ്രവർത്തനങ്ങളും അവിടെ നടത്തി വന്നതുമാണ്. പക്ഷേ ഇത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടാകുമെന്നുള്ള കാര്യം ഒരുപക്ഷെ ഒരു മുന്നറിയിപ്പ് പോലും അവിടെ നൽകപ്പെട്ടിരുന്നില്ല എന്നുള്ള കാര്യം വേണമെങ്കിൽ വിലയിരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ആ ധാരാലി ഗ്രാമത്തിൽ നിന്നും ആരെയും അപകടം ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലോടുകൂടി ഒഴിപ്പിച്ചിരുന്നില്ല. അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഉത്തരകാശിയിൽ നിന്നും അവിടെ നിന്നും ഗംഗോത്രിയിലേക്ക് പോകുന്ന പ്രധാന പാത കടന്നു പോകുന്ന സ്ഥലം കൂടിയാണ് ധാരാലി. ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അതായത് ഈ യാത്രാ മധ്യയുള്ള ഗംഗോത്രിയിലേക്കുള്ള യാത്രാ മധ്യയുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയാണ്, വ്യൂയിങ് പോയിന്റ് കൂടിയാണ് ഈ ധാരാലി എന്ന് പറയുന്ന സ്ഥലം. അവിടെ ഒരുപാട് വിനോദസഞ്ചാരികൾ വരാറുമുണ്ട്. അതൊക്കെയാണ് ഈ ആശങ്ക ഇപ്പോൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഉത്തരാഖണ്ഡിന് പുറത്തു നിന്നുള്ള ആളുകൾ പോലും ഒരുപക്ഷെ ഈ അപകടത്തിൽപ്പെട്ടിരിക്കാം. വാഹനങ്ങളും, അതായത് ഹോട്ടലുകളും ഹോം സ്റ്റേകളും വീടുകളും എന്നുള്ളതിന് പുറമെ വാഹനങ്ങളും ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട്. ഈ വഴി സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളും ഇത്തരത്തിൽ കുത്തിയൊലിച്ച വെള്ളത്തിൽ അകപ്പെട്ട് ഒഴുകിപ്പോയിട്ടുണ്ട് എന്നുള്ള ഒരു ഭയപ്പെടുത്തുന്ന വിവരം കൂടി പുറത്തു വരുന്ന സമയത്ത് അതിൽ ഓപ്പറേഷൻസും മറ്റ് ഏകോപനമൊക്കെ അവിടെ നിന്നായിരിക്കുമല്ലോ നടക്കുക. കൂടുതൽ ആളുകളെ ഇവിടെ നിന്നും മാറ്റുക, സേഫ് ആക്കുക എന്നുള്ളതാണ്. ആ പരിസര പ്രദേശങ്ങളിൽ നിന്നും നമുക്കറിയാം കുത്തൊഴുക്കിന്റെ ഭാഗമായി അതിന്റെ തീരപ്രദേശങ്ങളിലൊക്കെയുള്ള ആളുകൾ. അപ്പോൾ ഈ മറ്റ് മുന്നറിയിപ്പ് എന്തെങ്കിലും പ്രദേശത്ത് നൽകിയിരുന്നോ നേരത്തെ? കാരണം 2 ദിവസമായി മഴ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെയും ഈ പ്രദേശത്ത് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഉള്ള പ്രദേശത്തൊക്കെ തന്നെ മണ്ണിടിച്ചിൽ മേഖലകളായി നിർവചിക്കപ്പെട്ടുള്ള ഇടങ്ങളായിരുന്നുവോ? അങ്ങനെ എന്തെങ്കിലും ഒരു അലർട്ട് ഈ ഭാഗത്ത് നൽകിയിരുന്നോ? പ്രതീക്ഷ അലർട്ട് നൽകിയിരുന്നു, അതായത് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നുള്ള വിവരമാണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. പക്ഷേ ആ അലർട്ട് എന്ന് പറയുന്നത് മണ്ണിടിച്ചിലും അതുപോലെ തന്നെ കനത്ത മഴയും ഉണ്ടാകും. അത് ഓഗസ്റ്റ് 10-ാം തീയതി വരെ നിലനിൽക്കും എന്നുള്ള കാര്യം കൂടിയാണ്. ഉത്തരകാശിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഈ കാലാവസ്ഥയിൽ മാത്രമല്ല ഈ ഒരു സീസണിൽ അവിടെ സാധാരണമായി ഉണ്ടാകുന്നതുമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ലാഘവത്തോടു കൂടി എടുത്തിരിക്കാവും എന്നുള്ളൊരു സാധ്യത കൂടി വളരെ വലുതാണ്. അതിനപ്പുറത്തേക്ക് ഇത്ര വലിയൊരു അപകടം ഉണ്ടാകുമെന്ന് ആർക്കും അവിടെ പ്രവചിക്കാനോ ഒന്നും തന്നെ, അതല്ലെങ്കിൽ വിലയിരുത്തപ്പെടുന്ന പോലും അതിനപ്പുറത്തേക്കുള്ളൊരു ദുരന്തം ഉണ്ടായി എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സാധാരണ ഒരു മണ്ണിടിച്ചിലോ അതിനപ്പുറത്തേക്കുണ്ടാകുന്ന ഒരു മിന്നൽ പ്രളയമോ അതിജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു ഉത്തരകാശിയിൽ എന്നതിനപ്പുറത്തേക്ക് വലിയൊരു മേഘവിസ്ഫോടനം, അതിൽ നിന്നും തന്നെ ഇത്തരത്തിൽ പ്രളയജലം കുത്തിയൊലിച്ചെത്തിയ ആ ഒരു ഗ്രാമത്തെ മുഴുവൻ വിഴുങ്ങുന്നൊരു അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്നൊരു കാര്യം. മാത്രമല്ല അവിടെ ആളുകൾ ഉണ്ടായിരുന്നു. ആളുകളെ ആ ഗ്രാമത്തിൽ നിന്നും അവിടെ ഒഴിപ്പിച്ചിരുന്നില്ല. ഈ അപകട ശേഷമാണ് ഹാഷിൽ നിന്നും സൈനികർ അവിടെ എത്തി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ എല്ലാം തന്നെ, അതായത് നദിക്ക് ഇരുവശത്തും ഉണ്ടായിരുന്ന ആളുകളെ രക്ഷപ്പെടുത്തി അവിടെ നിന്നും ഹാഷിൽ സൈനിക ക്യാമ്പിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അതിനു മുന്നേ തന്നെ ഒരുപാട് പേർ
ഒഴുക്കിൽപ്പെട്ട് കാണാതായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ എത്ര പേരെന്നുള്ളൊരു ഔദ്യോഗിക വിവരം ഇപ്പോഴും നമുക്ക് ഈ ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഉത്തരകാശിയിലെ അധികൃതരുടെ ഭാഗത്തു നിന്നോ ലഭിച്ചിട്ടില്ല. 50 മുതൽ 60 എന്നുള്ള വിവരത്തിൽ തന്നെ നിൽക്കുന്നു. അതിൽ 10 മുതൽ 18 പേർ തന്നെ അവിടെ ചില നിർമ്മാണങ്ങൾ നടത്തിയിരുന്ന അതിഥി തൊഴിലാളികൾ കൂടിയാണ്. ബീഹാറിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉണർത്തുന്നത് അവിടെ റിസോർട്ടുകളുണ്ട്, ഹോം സ്റ്റേകളുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കേരളത്തിൽ നിന്ന് പോലുമുള്ള സഞ്ചാരികളൊക്കെ തന്നെ വന്നു പോകുന്ന ഒരു ഇടമാണ്. അപ്പോൾ ആരൊക്കെയാണ് എന്നുള്ള, ആരൊക്കെ കുടുങ്ങിപ്പോയി എന്നുള്ള കാര്യത്തിലൊക്കെയുള്ള സംശയങ്ങൾ എന്താണ് ഇപ്പോൾ നിൽക്കുന്നത്? പ്രധാനമായിട്ടും അവിടെയുള്ള പ്രദേശവാസികൾ ഒഴുകിപ്പോയി എന്നുള്ളതാണ് പ്രാഥമികമായി അവിടെ ഉണ്ടാകുന്ന ദൃക്സാക്ഷികളിൽ നിന്നും ലഭിച്ചിരിക്കുന്ന വിവരം. അതായത് പ്രദേശവാസികൾ തന്നെയാണ്, മാർക്കറ്റിലടക്കം ഉണ്ടായിരുന്ന പ്രദേശവാസികളും ഒപ്പം തന്നെ ചില തൊഴിലാളികൾ, അതായത് അവിടെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ, കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന ചില അതിഥി തൊഴിലാളികളെല്ലാം തന്നെ ഒഴുകിൽപ്പെട്ടു പോയി എന്നുള്ളതാണ് നിലവിൽ ആദ്യഘട്ടത്തിൽ ദൃക്സാക്ഷികളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ പല റിസോർട്ടുകളും വെള്ളത്തിനടിയിലും അതുപോലെ തന്നെ ഈ ചെളിക്കടിയിലെല്ലാം തന്നെ ആയിട്ടുണ്ട്. അതിനകത്ത് ആളുകളുണ്ട്. അതിനകത്ത് ആളുകൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് വിനോദസഞ്ചാരികൾ ആകാനുള്ള സാധ്യത വളരെ അധികമാണ്. അതിൻ്റെ കണക്കെടുപ്പാണ് ഇനി നടക്കാനിരിക്കുന്നതും അതിൻ്റെ കണക്കുകളാണ് ഇനി പുറത്ത് വരാനിരിക്കുന്നത്. പ്രത്യേകിച്ചും അവിടെയുള്ള ലിസ്റ്റുകളും അവിടെ ആരൊക്കെ എത്തിയിരുന്നു എന്നുള്ള കാര്യത്തിലടക്കമുള്ള ലിസ്റ്റുകൾ മനസ്സിലാക്കി അത് തേടി ജില്ലാ മജിസ്ട്രേറ്റ് പ്രശാന്ത് ആര്യ സ്ഥിരീകരിക്കുന്നത് 4 മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ 4 എന്നുള്ളതിന് അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് നമ്മൾ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് വരുന്ന ദൃശ്യങ്ങൾ പ്രകാരവും അവിടെയുള്ള കേന്ദ്രീകരിച്ചിരുന്ന ആളുകളുടെയൊക്കെ തന്നെ കണക്ക് വരുമ്പോഴും മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും 4 മരണം എന്നുള്ള കാര്യം ഒരു ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ വിവരം എന്നുള്ളതാണ് 4 മരണം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം വിവരങ്ങൾ വരുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ ആശങ്കപ്പെടുന്നത് പോലെ തന്നെ ഈ കണക്കുകൾ വലിയ രീതിയിൽ ഉയരും എന്നുള്ളത് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെന്തായാലും അതിനു മുന്നേ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങളടക്കം ചെയ്ത് തീർക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ആ ഒരു ഘട്ടത്തിൽ ആ ഒരു മേഖലയിൽ തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൂടുതൽ അംഗങ്ങൾ, ഈ രക്ഷാപ്രവർത്തന അംഗങ്ങളെല്ലാം തന്നെ കൂടുതൽ സംഘങ്ങളായിട്ടും എല്ലാം തന്നെ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നതും രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഔദ്യോഗിക വിവരം അനുസരിച്ച് 4 മരണം എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. അതിനപ്പുറത്തേക്ക് 50 മുതൽ 60 പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഈ 4 പേർ അവരെ ഇത്തരത്തിൽ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും കണ്ടെത്തിയതാണോ എന്നുള്ള വിവരം കൂടിയാണ് ഇനി പുറത്തു വരാനുള്ളത്. കാരണം പല അവശിഷ്ടങ്ങളും അവിടെ പൊളിച്ചു മാറ്റിക്കൊണ്ടുള്ള പരിശോധന നേരത്തെ ആരംഭിച്ചിരുന്നു. അരമണിക്കൂർ മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു. അതിനകത്തും ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു.